in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ആരാധന പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ജൂലൈ മാസം 24-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. കണ്ണുനീരിൽ നിന്നും പുതിയ സീസൺ തുറക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക്. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയണ്ട എന്ന് പറഞ്ഞു. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു ചുമക്കുന്നവർ നിന്നു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. പ്രിയരെ, ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്ന ചിന്ത കണ്ണുനീരിൽ നിന്നും പുതിയ സീസണുകളെ തുറക്കുന്ന ദൈവത്തെക്കുറിച്ചാണ്. പ്രിയരെ, നാം വായിച്ചു കേട്ട വാക്യത്തിനകത്ത് നമുക്ക് ആഴം മനസ്സിലാകും. നയനിലെ വിധവ ഇതാ അവളുടെ ഏക മകനെ നഷ്ടപ്പെട്ടിട്ട് അവൾ കണ്ണുനീരിൽ മുമ്പോട്ട് വരികയാണ്. അവളുടെ കണ്ണുനീര് കണ്ടിട്ട് യേശു കർത്താവ് അവളോട് പറയാണ്, കരയണ്ട. കാരണം അവളോട് നമ്മൾ ചോദിച്ചാൽ അവൾ പറയും, എൻ്റെ ഭർത്താവ് എനിക്ക് നഷ്ടപ്പെട്ടു. ഞാൻ ജീവിച്ചത് മുഴുവൻ ഈ മകന് വേണ്ടിയാണ്. അവനും എൻ്റെ ജീവിതത്തിനകത്ത് നഷ്ടപ്പെട്ടു. ഇന്ന് ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർ, ജീവിതത്തിനകത്തും നഷ്ടങ്ങളുടെ കണക്കുകൾ മാത്രം പറയുന്നവർ, ജീവിതത്തിനകത്ത് ഒറ്റപ്പെട്ടു പോയ, ഇനി ജീവിതത്തിനകത്ത് ഒരു ഉയർച്ചയോ ഒരു നന്മയോ കാണത്തില്ലെന്ന് പറയുന്നവർ നിലവിളിച്ചുകൊണ്ടാണ് ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നതെങ്കിൽ, നിൻ്റെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന, നിൻ്റെ കണ്ണുനീരിനെ കാണുന്ന എൻ്റെ ദൈവം നിനക്കൊരു പുതിയ സീസൺ വയ്ക്കാൻ പോവുകയാണ്. കണ്ണുനീരിൻ്റെ സീസൺ അല്ല, അത് വിലാപത്തെ നൃത്തമാക്കുന്ന സീസണാണ്. സങ്കീർത്തനം 30-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം പറയുന്നു, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എൻ്റെ രട്ട് നീ അഴിച്ച് എന്നെ സന്തോഷം ഒളിപ്പിച്ചിരിക്കുന്നു. വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ വചനത്തെ അതേപോലെ സ്വീകരിക്കണം. നീ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർത്തിരിക്കുകയാണ്. കർത്താവൊന്ന് തൊട്ടാൽ, കർത്താവൊന്ന് ഇടപെട്ടാൽ നമ്മുടെ പല വിഷയങ്ങൾക്കും മാറ്റം വരും. ശ്രദ്ധിക്കാൻ പറ്റുമോ? 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 20-ാമത്തെ വാക്യത്തിനകത്ത് ഹിസ്കിയാവിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഇതാ പ്രവാചകൻ കടന്നു വന്ന ഹിസ്കിയാവിനോട് പറയാം, നിന്റെ ഗൃഹകാര്യം ക്രമപ്പെടുത്തിക്കോ, നീ മരിച്ചു പോകും നിശ്ചയം. എന്നാൽ താഴോട്ടുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഹിസ്കിയാവ് മുഖം ഭിത്തിയോട് ചേർത്ത് ഹിസ്കിയാവ് കരയുകയാണ്. നമുക്ക് ഒരുമിച്ച് ചേർന്ന് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക്. നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവിനോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. പ്രിയരെ, ഹിസ്കിയാവ് എല്ലാം അവസാനിച്ചെന്ന് പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അതിനകത്ത് 2 പദങ്ങളുണ്ട്. ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീര് കണ്ടിരിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന, നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവം നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ദൈവമാണ്. ഒരു പുതിയ സീസൺ ദൈവം ഇതാ ഹിസ്കിയാവിന് വേണ്ടി ഒരത്ഭുതത്തെ ചെയ്യുന്നു. ഇന്നു മുതൽ ഞാൻ നിന്നെ സൗഖ്യമാക്കി ഒരു പുതിയ സീസണിലേക്ക് കൊണ്ടുവരികയാണ്. നീ ഇതാ എൻ്റെ ആലയത്തിൽ പോയി സാക്ഷിയാകാൻ പോകുന്നു. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തോട് തീരുമാനത്തോടെ പറഞ്ഞ്, കർത്താവേ,
എനിക്കൊരു പുതിയ സീസൺ തരണമേ. എൻ്റെ ജീവിതത്തിനകത്ത് നാളുകൾ കരഞ്ഞ, നാളുകൾ ഭാരപ്പെട്ട മേഖലയിൽ നിന്ന് കർത്താവ് ഒരു പുതിയ സീസൺ തുറന്നു തരണമേ. കർത്താവെ, അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി നന്ദി. അങ്ങയുടെ കരം വെളിപ്പെട്ടതിനായി ഞാൻ ഒരുമിച്ച് ചേർന്ന് ദൈവത്തിൽ നന്ദി പറയണം. ഒന്നുകൂടെ നോക്കിയാൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ 430 വർഷമായി കണ്ണുനീര് മാത്രമായി നിൽക്കുന്ന ഇസ്രായേൽ മക്കളെ വിടുവിപ്പാൻ എൻ്റെ ദൈവം ഇറങ്ങി വരികയാണ്. ആ വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് വായിക്കാം. യഹോവ അരുളി ചെയ്യുന്നത്, മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങളെ അറിയുന്നു. ഈ വചനം കേൾക്കുമ്പോൾ അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, ഞാനിതാ അവരെ വിടിവിപ്പാൻ ഇറങ്ങി വരികയാണ്. അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകാൻ വലിയവനായി ദൈവം ഇറങ്ങി വരുന്നു. നിങ്ങൾ വിശ്വസിക്കാമോ? നിങ്ങളുടെ കണ്ണുനീരിൽ നിന്ന് ഒരു പുറപ്പാടിൻ്റെ സീസൺ വെളിപ്പെടാൻ പോകുക. നാളുകൾ ജോലിയില്ലാതിരുന്ന, നാളുകൾ രോഗത്തിൻ്റെ അവസ്ഥയിൽ ഭാരപ്പെട്ട, ജീവിതത്തിനകത്ത് വിവാഹം നടക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയാതെ നിന്ന ചിലവർക്ക് വേണ്ടി ഒരത്ഭുത വഴി ഒരുക്കിക്കൊണ്ട് വലിയവനായ ദൈവം ഇറങ്ങി വരാൻ പോവുകയാണ്. നിങ്ങൾ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു സീസൺ തുറക്കാൻ പോവുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ അസാധാരണമായ സാന്നിധ്യം, ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നു. നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിനക്ക് വേണ്ടി തമ്പുരാൻ നിന്റെ മുമ്പിൽ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 48-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, ഇത് അത്തിമായിയുടെ മകനായ ബർത്തിമായി അവിടെ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. നമുക്ക് ആ വാക്യത്തിലേക്ക് കൂടെ വന്ന് പ്രാർത്ഥിക്കാം. മിണ്ടാതിരിക്കാൻ പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്രായ എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ഈ വാക്യത്തിനകത്ത് വലിയ എതിർപ്പിന്റെ നടുവിലാണ് തിമായിയുടെ മകനായ ബർത്തിമായി നിൽക്കുന്നത്. പക്ഷേ അവൻ ഏറ്റവും അധികം നിലവിളിച്ചു. ഈ നിലവിളിയുടെ ആഴത്തിനകത്ത് പുതിയൊരു സീസൺ വെളിപ്പെടാൻ പോകുകയാണ്. നിനക്ക് വേണ്ടി യേശു നിൽക്കുവാൻ പോകുന്നു, നിന്നെ വിളിക്കാൻ പോകുന്നു. നിന്നെ തെള്ളിയവരെ നടുവിൽ, നിന്നെ ഒറ്റപ്പെടുത്തിയവരെ നടുവിൽ എൻ്റെ കർത്താവ് നിനക്ക് പുതിയ ഒരു സീസൺ വെളിപ്പെടുത്താൻ പോകുന്നു. വിശ്വസിക്കുന്നവരുണ്ടോ? ഇന്ന് ഈ മെസ്സേജ് കാണുമ്പോൾ, തമ്പുരാനെ, എൻ്റെ ജീവിതത്തിനകത്ത് പുതിയൊരു സീസൺ വെളിപ്പെടുത്തണമേ. ഇത് കണ്ണുനീരിൻ്റെ കാലമല്ല, ഇത് ദൈവപ്രവൃത്തിയുടെ സമയമാണ്. ഞാനത് വിശ്വസിക്കുന്നു എന്ന് പറയുന്നവർ കണ്ണുകൾ അടയ്ക്കണം. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പുതിയൊരു സീസൺ, പുതിയൊരു സമയം ഇപ്പോൾ വെളിപ്പെടുത്തണമേ അപ്പ. ആ അത്ഭുതത്തിൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. മാനിക്കുന്നവൻ്റെ കരം വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതം തുറന്നതിനായി നന്ദി. കർത്താവിന്റെ ചെയ്തതിനായി നന്ദി. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് നമുക്ക് 6 മണിക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. സൂം ഐഡിക്കായി ഇപ്പോൾ തന്നെ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കണമേ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. കർത്താവിൻ്റെ വലിയ കാര്യം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. കർത്താവ് അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.